Good afternoon. Good afternoon. Okay, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? അപ്പൊ 2 ദിവസം എല്ലാവരും വായിച്ചപ്പോ നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് 3 മണി വരെ ഉള്ളൂ കേട്ടോ. 3:30 വരെ ക്ലാസ് ഇല്ല, 3 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 1.5 മണിക്കൂറാണ് ഇന്നത്തെ ക്ലാസ്. അതിന്റെ മിസ് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ. മിസ്സിന്റെ മാരേജ് ആയിരുന്നല്ലോ, മിസ് ലീവാണ്. അതുകൊണ്ട് 1.5 മണിക്കൂറേ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ക്ലാസ് ഞാൻ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി അല്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും സ്ക്രീൻ കാണാലോ ഇപ്പോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ ചെറിയൊരു ഹോംവർക്ക് ഒക്കെ തന്നിരുന്നു. നിങ്ങൾ ചെയ്തോ? ഓക്കെ ചെയ്തു അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതൊക്കെയായിരുന്നു. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് പല ടൈപ്പുകളിലുണ്ട് അല്ലെ? പ്രധാനമായിട്ടും നമ്മൾ 5 ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകൾ കണ്ടിരുന്നു. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അല്ലെ? പിന്നെ എന്തായിരുന്നു? പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് ഓഫ് കവർ എന്ന് പറഞ്ഞ് നമ്മളൊരു 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ? പിന്നെ നമ്മൾ കണ്ടത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയായിരുന്നു അല്ലെ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളൊരു 3 കണ്ടീഷൻസ് അത് അവിടെ പറഞ്ഞിരുന്നു അല്ലെ? ആ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് പ്രത്യേകതകൾ അല്ലെ? നിയമം മൂലം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എല്ലാ ആളുകളും അതിന് പങ്കാളികളാണ്. പിന്നെ ഇതൊരു ഗ്രൂപ്പ് ബേസ്ഡ് പോളിസിയാണ്. പിന്നെ എംപ്ലോയറും ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രീമിയത്തിന്റെ ഒരു ഭാഗം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത്തരം സവിശേഷതകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ടത് ബെനിഫിറ്റ്സ് അല്ലെ? അതായത് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റ്സുകൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? പിന്നെ നമ്മൾ ESI പഠിച്ചു. ESIനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ESI ആക്ട് പഠിച്ചു. 1948 ആണ്, 1948 ESI ആക്ട് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടു ആ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്, ESIC ആണ്. പിന്നെ ESIയുടെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആയിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആയിരിക്കും അല്ലെ? അതുപോലെ ESI ആനുകൂല്യത്തില് ESIയുടെ സിക്നെസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതിന് മുൻപായിട്ട്, രോഗം വരുന്നതിന് മുൻപായിട്ട് 78 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം. പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ട് 70 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം. നമ്മൾ പഠിച്ചതാണ് അല്ലെ? പിന്നെ പ്രധാനമായിട്ടും ESI എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായിട്ട് അവിടെ ഫാക്ടറി തൊഴിലാളികളുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കോ അല്ലെങ്കിൽ അപകടങ്ങളോ ഉണ്ടാകുമ്പോൾ അത്തരം മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ എന്താണ് പരിരക്ഷ കൊടുക്കുന്നതിന് ഒരു ഫോക്കസ് ചെയ്യുന്ന, അതിനുവേണ്ടി ലക്ഷ്യമിടുന്ന ഒരു സ്കീമാണിത് ESI എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ESIയുടെ ആ ഒരു ലിമിറ്റ് അല്ലെ? പ്രതിമാസം 21,000 രൂപയുടെ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് ആനുകൂല്യം ലഭിക്കുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എംപ്ലോയർ 3.25% കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജീവനക്കാർ 0.75% ESIക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ
ദിവസവേതനം 176 കുറവുള്ള ജീവനക്കാര് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെ ബെനിഫിറ്റുകളാണ്? സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, പിന്നെ എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ്, ഫ്യൂണറൽ, മെഡിക്കൽ ബെനിഫിറ്റിലൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മളൊരു ESI കാൽക്കുലേഷൻ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ തന്ന എമൗണ്ട് 15,000 രൂപയായിരുന്നു. അപ്പോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ആൻസർ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചെയ്തു എന്നല്ലേ പറഞ്ഞത്? 15,000 ഞാനൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു അല്ലെ ESI ആണ്. അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആൻസർ പറയൂ നോക്കട്ടെ. 600 മാം. എത്രയാണ്? 600. ഓക്കെ, വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? റീന. റീന. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. 600. വിഷ്ണ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ 600 ആണ് കേട്ടോ വരിക. മനസ്സിലായല്ലോ? അതിങ്ങനെ എടുത്ത് ചോദിക്കാം കേട്ടോ. ചിലപ്പോ ഇങ്ങനെയാവും ചോദിക്കുക, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആവില്ല. ചിലപ്പോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കും കേട്ടോ ക്വസ്റ്റ്യനിൽ. അപ്പൊ ശ്രദ്ധിക്കണം, എംപ്ലോയറുടെ എടുത്താണ് ചോദിക്കുന്നതെങ്കിൽ എംപ്ലോയർ എത്ര കൊടുക്കുന്നത്? 3.25. ആ വാല്യൂ ആണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ചിലപ്പോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ മാത്രം എത്രയാണെന്നാണ് ചോദിക്കുക. അപ്പൊ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഫുൾ എമൗണ്ട് രണ്ടുപേരുടെ കണ്ടെത്തിയിട്ട് ആഡ് ചെയ്ത് ആൻസർ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ശരി. 487.5 ഉണ്ടല്ലോ അവസല്, അത് എംപ്ലോയറുടെ മാത്രമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എംപ്ലോയറുടെ മാത്രമാണ് കോൺട്രിബ്യൂഷൻ 487. അതായത് എങ്ങനെയാ ചെയ്യേണ്ടത്? 15,000 ഇൻറ്റു എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാ? 3.25% അല്ലേ? അപ്പൊ 15,000 ഇൻറ്റു 3.25 100 ചെയ്യുമ്പോൾ 487.5 കിട്ടും. ഓക്കെ, അത് എംപ്ലോയറുടെ മാത്രം കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. എംപ്ലോയിയുടെ എത്രയാ വരിക? 15,000 ഇൻറ്റു 0.75 ഡിവൈഡഡ് ബൈ 100. അപ്പൊ 112.5. ഓക്കെ, കറക്റ്റ് ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്തതിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 600. കറക്റ്റ് ആണല്ലോ അസൽ. അത് ആഡ് ചെയ്ത് പറഞ്ഞോന്ന് മാത്രം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനോ? ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. നോക്കാട്ടോ. അടുത്ത ഭാഗം നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ് കേട്ടോ. CGHS കേട്ടോ. CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, അതും എന്താണ്? ആ പേര് പോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അത് വന്നിട്ട് കൂടുതലും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാര്, അതുപോലെ അവിടുത്തെ പെൻഷനേഴ്സ്, ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു സ്കീമാണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ഹെൽത്ത് സ്കീം അഥവാ CGHS. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS, one of the oldest health insurance schemes introduced by the government of India, is currently in effect. ഓക്കെ, ഏറ്റവും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിലെ ഏറ്റവും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻഷുറൻസ് സ്കീമാണ്, ഏറ്റവും പഴക്കമുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് CGHS എന്ന് പറയുന്നത്. പക്ഷെ പഴക്കമുള്ളതാണെങ്കിൽ കൂടിയും എന്താണ് ഇപ്പോഴും നിലവിൽ ഇപ്പോഴും പ്രാബല്യത്തിലുള്ള ഒരു സ്കീമും കൂടെയാണ് കേട്ടോ CGHS എന്ന് പറയുന്നത്. നോക്കാം. The scheme which was introduced in the year 1954. 1954 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Provides the health insurance coverage to central government employees and pensioners. അത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് 1954 ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പ്രധാനമായിട്ടും ആരെയാണ് ലക്ഷ്യമിടുന്നത്? പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരെയും പെൻഷനേഴ്സിനെയൊക്കെ അവർക്കുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ് അല്ലെ? അതാണ് CGHS എന്ന് പറയുന്നത്. ഓക്കെ, the large volume of beneficiaries connected with the scheme makes it a distinctive one. The scheme accompanies a range of benefits to provide the extensive coverage to government employees or pensioners and their families. അപ്പൊ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും പെൻഷനേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു എന്താ പറയാ പരിരക്ഷ കൊടുക്കാനായിട്ട് ഒത്തിരിയേറെ ബെനിഫിറ്റുകളുള്ള ഒരു സ്കീമാണ്. ഒരുപാട് ബെനിഫിറ്റുകൾ എന്താ പറയാ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചു വെക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ? CGHS ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ദ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ,
എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954 1954 ആരെയാണത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അല്ലെ. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പെൻഷനേഴ്സിനെ അവർക്കായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ് CGHS എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും പോയിന്റുകൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മൾ പഠിക്കുന്നതാണ് ബെനിഫിഷ്യറീസ് കേട്ടോ. എന്താണ് ബെനിഫിഷ്യറീസ്? ഗുണഭോക്താക്കള്. അതായത് ഈ ഒരു സ്കീമിന്റെ ഗുണഭോക്താക്കള് ആരൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു കാര്യം നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. പക്ഷെ അവിടെ കുറച്ച് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ബെനിഫിഷ്യറീസ് ഒന്നാമത്തെ ആരാണ്? ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ് കേട്ടോ. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് പെൻഷൻ ആയിട്ടുള്ള ആളുകളും അവരുടെ കുടുംബാംഗങ്ങൾക്കും അല്ലെ, അവർക്കും ഈ ഒരു ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അല്ലെ. നമുക്കറിയാം നമ്മുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് അല്ലെ. ഈ പാർലമെന്റിനകത്തുള്ള മെമ്പേഴ്സ് അല്ലെ, അവർ ആ അംഗങ്ങൾക്കും എന്ത് ലഭിക്കുന്നുണ്ട്? ഇതിന്റെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കൂ, ഹോണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് അല്ലെ. പിന്നെന്താണ്? എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണോമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS. നമ്മൾ ഈ പറഞ്ഞ CGHSന്റെ കീഴില് പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലെ, അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉണ്ട്, പിന്നെ ജേർണലിസം, അങ്ങനെയൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ എന്താണ്? CGHSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടോണോമസ് ബോഡീസ് ആണ്. അപ്പൊ സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങൾ, അപ്പൊ അവിടെയുള്ള തൊഴിലാളികള്, അവിടുത്തെ പെൻഷനേഴ്സിനൊക്കെ ഈ ഒരു പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പിന്നെ ആരൊക്കെയാണ്? ഫോർമർ ജഡ്ജസ് ഓഫ് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട്സ്. അതായത് നമ്മുടെ സുപ്രീം കോടതിയിലെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ഹൈക്കോടതിയിലൊക്കെ ഫോർമർ ജഡ്ജസ് അല്ലെ, മുൻ ജഡ്ജിമാർക്ക്. പിന്നെന്താണ്? ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലെ, സ്വാതന്ത്ര്യ സമര സേനാനികള്. പിന്നെ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. അടുത്തത് ഒരു പോയിന്റ് ആണ് കേട്ടോ, ഇവിടെ ജസ്റ്റ് ഒരു കോമ ഇട്ടുള്ളൂ, ഇത് ഒരുമിച്ച് വായിക്കരുത്. അടുത്തൊരു പോയിന്റ് ആയിട്ടാണിത്. ജേർണലിസ്റ്റ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് പ്രസ് അസോസിയേഷൻ, പ്രസ് അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ. ഓക്കെ, അവർക്ക് ഇതിന്റെ കവറേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, പ്രതിരോധത്തില് അതായത് ഡിഫൻസിൽ പ്രവർത്തിക്കുന്ന സിവിലിയൻ എംപ്ലോയീസ്. സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവര് ആർമഡ് ഫോഴ്സിന്റെ ഭാഗമല്ല കേട്ടോ, പട്ടാളക്കാരൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ആർമഡ് ഫോഴ്സിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന, അതിലൂടെ നാഷണൽ സെക്യൂരിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു പല എന്താ പറയാ എംപ്ലോയീസ് ആണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ റിസർച്ചേഴ്സ് ആയിരിക്കാം, സയന്റിസ്റ്റുകളായിരിക്കാം, ടെക്നിക്കൽ സ്റ്റാഫുകളായിരിക്കാം, ക്ലറിക്കൽ സ്റ്റാഫുകളായിരിക്കാം, അതുപോലെ അങ്ങനെയുള്ള ആളുകൾ കേട്ടോ. എന്ന് വെച്ചാൽ ആർമഡ് ഫോഴ്സിന്റെ ഭാഗമല്ല, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ, അവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവരിലൂടെ എന്താണ്, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അത്തരത്തിൽ ഡിഫൻസിൽ പ്രവർത്തിക്കുന്ന സിവിലിയൻ എംപ്ലോയീസിനും ഈ ഒരു സ്കീമിന്റെ പരിരക്ഷ ലഭിക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് എന്ത്? ബെനിഫിഷ്യറീസ് അഥവാ ഈ ഒരു സ്കീമിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് പരിശോധിക്കുമ്പോൾ ഏകദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, അത്യാവശ്യം സൊസൈറ്റിയിലെ ഹൈ ക്ലാസ് അല്ലെ, കുറച്ച് ഉയർന്ന ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊക്കെയാണ് കിട്ടുന്നത്. ദുർബല വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ ഒരു BPL ഫാമിലീസിൽ പെട്ട ആളുകൾക്കല്ല അവിടെ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. കൂടുതലും ഇങ്ങനെയുള്ള ബെനിഫിഷ്യറീസ് ആണ് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആരൊക്കെയാണെന്നുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് സർവൻസ് ഉണ്ട്, പെൻഷനേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, പാർലമെന്റിലെ അംഗങ്ങള്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാര്, അതുപോലെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിമാര്, സ്വാതന്ത്ര്യ സമര സേനാനികള്, റെയിൽവേ ബോർഡ് ജീവനക്കാര്, പ്രസ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകള്, ഡിഫൻസിലെ സിവിലിയൻ എംപ്ലോയീസ്, ഇവർക്ക് എല്ലാവരുമാണ് ഈ ഒരു സ്കീമിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്തത് പറയാണ്, under this scheme the eligible central government employees can get the following health insurance benefits. അപ്പൊ നമ്മൾ ബെനിഫിഷ്യറീസ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ബെനിഫിഷ്യറീസിന് എന്തെല്ലാം ബെനിഫിറ്റുകളാണ്, എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഈ ഒരു സ്കീമിലൂടെ ലഭിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റുകൾ അവർക്ക് ലഭിക്കുന്നത്. ഒരു 6 പോയിന്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണ്? കവർ ഫോർ PPF
കവർ ഫോർ PPF ഒരു കോമ ഇടാം കേട്ടോ, കോമ ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ്. എന്താണ് പറയുന്നത്? കവർ ഫോർ PPF. PPFന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. PF നമ്മൾ കേട്ടിട്ടില്ലേ? PF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനായിട്ടുള്ള കവറേജ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞ എന്താണ്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഉടമകൾക്കുള്ള ഒരു ആനുകൂല്യമാണ് കേട്ടോ. PF ഉടമകൾക്കുള്ള ഒരു ആനുകൂല്യമാണ്. PF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള എന്താ പറയാ നികുതി രഹിത ഒരു എന്താ പറയാ ഒരു സേവിങ് സ്കീമാണ് PF എന്ന് പറയുന്നത് അല്ലെ. അതിനായിട്ടുള്ള കവറേജ് അത് ശരിക്കും പറഞ്ഞാൽ PF അക്കൗണ്ട് ഹോൾഡർക്ക് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ്. കാര്യം ആ അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുകയാണെങ്കിൽ അതിന് ആനുകൂല്യം ആർക്ക് കിട്ടണം? അവരുടെ നോമിനീസിന് അല്ലെ, നോമിനീസ് അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് അവർക്ക് ലഭിക്കണം. അപ്പൊ അതാണ് പറഞ്ഞത് കവർ ഫോർ PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഉടമയുണ്ടല്ലോ അവർക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ. ചാപ്റ്റർ നമ്പർ എത്രയാണ് മെഡിക്കൽ ഇൻഷുറൻസ്? 16 വരുന്നത്. ഒന്ന് മെൻഷൻ ചെയ്യാമോ? 16 16. കറക്റ്റ് അല്ലേ? മൊഡ്യൂൾ വൈസ് നോക്കുമ്പോ 4ാമത്തെ മൊഡ്യൂൾ 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങളുടെ പ്രിന്റിനകത്ത് 16ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ശരി. അപ്പോ നമ്മള് ഇവിടെ പറഞ്ഞെത്തി. ഓക്കെ, പിന്നെ എന്താണ്? ട്രീറ്റ്മെന്റ് ആൻഡ് 2ാമത്തെ മൊഡ്യൂളില് 16ാമത്തെ ചാപ്റ്റർ കേട്ടോ. കിട്ടിയില്ലേ? പിന്നെ എന്താണ്? ട്രീറ്റ്മെന്റ് ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചികിത്സയ്ക്കും പിന്നെ മരുന്നുകളുടെ ഇഷ്യൂവൻസ് എന്ന് വെച്ചാൽ മെഡിസിൻസ് ഒക്കെ ലഭിക്കുന്നതിനുള്ള കവറേജ് അതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. ക്ലിയർ ആയല്ലോ? 2ാമത്തെ പോയിന്റ് എന്താണ്? കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റുകളെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള കവറേജ്. അതായത് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ എന്താ പറയാ എക്സ്പെൻസസ് ഒക്കെ അതിനുള്ള പരിരക്ഷ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെയൊക്കെ കൺസൾട്ട് ചെയ്യാനും ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനുള്ള എക്സ്പെൻസ് ഓക്കെ അത്തരം എക്സ്പെൻസിനുള്ള കവറേജ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്. അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും പിന്നെ എംപാനൽഡ് ഹോസ്പിറ്റൽസിലുമുള്ള ഇൻഡോർ ട്രീറ്റ്മെന്റിനായിട്ടുള്ള എക്സ്പെൻസ് കേട്ടോ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യന്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഉണ്ടാവുന്ന മെഡിക്കൽ എക്സ്പെൻസസ്. ഓക്കെ, അപ്പൊ അതിനുള്ള കവറേജും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. എന്താണ് എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്? എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ ഒരു ഹെൽത്ത് സർവീസ് കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന ചില ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ അംഗീകരിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മള് ഇതിപ്പോ ഒരു ഗവൺമെന്റ് സ്കീമാണെന്ന് കരുതി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ആനുകൂല്യം കിട്ടുന്നു എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അതിനകത്ത് എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അവര് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കുറെ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? പോളിസി ഹോൾഡർക്ക് ഈ ഒരു ആനുകൂല്യം കൊടുക്കാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ മെഡിസെപ്പ് കാർഡ് എടുത്തു. അപ്പൊ മെഡിസെപ്പ് കാർഡ് ഉള്ളവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ആനുകൂല്യം കിട്ടുള്ളൂ എന്നില്ല. അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവും. അവിടെയും നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് പ്രിവിലേജസ് കിട്ടും. ഓക്കെ, അപ്പൊ അത്തരത്തില് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും എംപാനൽഡ് ഹോസ്പിറ്റലിലൊക്കെ ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റിനുള്ള ചെലവുകൾ, അതായത് അവിടെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ പ്രവേശിച്ച് അവിടെ അഡ്മിറ്റ് ആയിട്ട് അങ്ങനെ വരുന്ന മെഡിക്കൽ എക്സ്പെൻസസിനുള്ള ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, 4ാമത്തെ പോയിന്റാണ് കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്. കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആളുടെ ആശ്രിതർക്ക് അല്ലെ അവരുടെ ഫാമിലിക്ക് കൂടെ എന്ത് ലഭിക്കുന്നുണ്ട്? ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ് അല്ലെ, പ്രസവ ചികിത്സകൾക്കുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പിന്നെ കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് നിങ്ങൾ പഠിച്ചതാണ് അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, U ഫോർ യുനാനി, S ഫോർ സിദ്ധ ആൻഡ് H ഫോർ ഹോമിയോപ്പതി. അത്തരത്തില് ആയുഷ് ട്രീറ്റ്മെന്റിനുള്ള കവറേജും
എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? CGHS സ്കീമിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? അതിലൂടെ ബെനിഫിഷ്യറീസിന് ലഭിക്കുന്ന ബെനിഫിറ്റുകളാണ് നമ്മൾ ഇതിലൂടെ കണ്ടത് അല്ലെ? PPF-നുള്ള കവറേജ്, ട്രീറ്റ്മെന്റ്, മെഡിസിൻസ് ലഭിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതിനുള്ള കവർ കിട്ടുന്നുണ്ട്. പിന്നെ സർക്കാർ ആശുപത്രികളിലും മറ്റു എംപാനൽഡ് ഹോസ്പിറ്റലിലും ഒരു ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് ഈ ഒരു ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് വഹിക്കാൻ സഹായിക്കുന്നുണ്ട്. കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രസവാനുകൂല്യങ്ങൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. ആയുഷ് ട്രീറ്റ്മെന്റിനായിട്ടുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണ്? ശരി. അടുത്തതാണ് വാട്ട് ഈസ് എ CGHS കാർഡ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓൾറെഡി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. ബോറടിക്കുന്നുണ്ടെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നോക്കാം, വാട്ട് ഈസ് എ CGHS കാർഡ്. ഇനി എന്താണ് CGHS കാർഡ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾക്കറിയാം, മെഡിസപ്പ് എടുത്ത മെഡിസിൻ കാർഡ് കൊടുക്കും അല്ലെ? ഇതുപോലെ RSP-ലായി നമ്മൾ പഠിക്കുന്നത്, അതിനും കാർഡ് കൊടുക്കും. എന്നതുപോലെ CGHS-ന് എന്തുണ്ട്? ഒരു കാർഡ് അവർ കൊടുക്കുന്നുണ്ട്. ഒരു ഫോട്ടോ ID കാർഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റി നമുക്ക് നോക്കാം. The Government of India provides all CGHS beneficiaries and their dependents with a photo ID plastic card called CGHS card. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുള്ളൂ. അവിടെ ആ സെന്റൻസ് അവസാനിക്കാണ്. വീണ്ടും ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. കാര്യം ഓൾറെഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് എന്നാണ് സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വായിക്കാം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഓൾ CGHS ബെനിഫിഷ്യറീസ് ആൻഡ് ദെയർ ഡിപെൻഡൻസ് വിത്ത് എ ഫോട്ടോ ID പ്ലാസ്റ്റിക് കാർഡ് കൊണ്ട് CGHS കാർഡ്. ഓക്കെ, എല്ലാ ബെനിഫിഷ്യറീസിനും അവർക്ക് എന്ത് കൊടുക്കും? ഒരു CGHS കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തുണ്ട്? വിത്ത് ഫോട്ടോ ID കാർഡാണ് കേട്ടോ. നോക്കാം, ഇറ്റ് കണ്ടെയ്ൻസ് എ യുണീക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ വിച്ച് ആൻ ഇൻഡിവിജ്വൽ മസ്റ്റ് ഷോ ടു CGHS ഫെസിലിറ്റീസ് അറ്റ് എനി പോയിന്റ്. അപ്പോ ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ ഈ കാർഡിനകത്ത് ഒരു ഐഡന്റിറ്റി നമ്പർ ഉണ്ട്, യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ CGHS ആ ഒരു ഫെസിലിറ്റി ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ CGHS കാർഡ് നമ്മൾ അവിടെ കാണിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. ആ കാർഡ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? അവരെ കാണിച്ചിരിക്കണം കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ ട്രീറ്റ്മെന്റിനൊക്കെ പോകുമ്പോൾ CGHS കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കാർഡ് കൊണ്ട് വേണം പോകാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് കവറേജ് ലഭിക്കൂ. ഇനി നോക്കാം, ദിസ് കാർഡ് ഈസ് വൈറ്റ് with a varying colored strip at the top that represents the card holder status. So this strip can be any of the following colors. അപ്പൊ സാധാരണയായിട്ട് ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു വെള്ള നിറത്തിലുള്ള കാർഡാണ്. ഓക്കെ, ആ കാർഡിന്റെ മുകളിലായിട്ട് ഡിഫറെന്റ് കളേഴ്സിൽ സ്ട്രിപ്സുകൾ ഉണ്ട്, ലൈനുകൾ ഉണ്ട്. ആ ഒരു എന്താ പറയുക, കളർ ഓഫ് ദാറ്റ് സ്ട്രിപ്പ്, ആ സ്ട്രിപ്പിന്റെ കളർ എന്ന് പറയുന്നത് അതെന്തിനെ സൂചിപ്പിക്കുന്നത്? ആ കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ്, അയാൾ ഏത് വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയാണ്. നമ്മൾ കുറെ ബെനിഫിഷ്യറീസ് കണ്ടല്ലോ, പാർലമെന്റ് അംഗം, സർവീസ് മാൻ, അങ്ങനെയൊക്കെ നമ്മൾ കുറെ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു സ്ട്രിപ്പിന്റെ കളറ് ആ ഒരു കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതിലൊരു 4 കളർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കളർ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. യെല്ലോ കളർ സ്ട്രിപ്പ് ആണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നത്? എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോനോമസ് കമ്പനി. ഓക്കെ, ഒരു ഓട്ടോനോമസ് കമ്പനിയിൽ, സ്വയംഭരണ അധികാരമുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റ്. അപ്പൊ യെല്ലോ എന്ന് പറയുന്ന ജേർണലിസ്റ്റിനെയാണ് റെപ്രസെന്റ്. അപ്പൊ കാർഡ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, യെല്ലോ സ്ട്രിപ്പ് ആണെങ്കിൽ അയാൾ ഒരു എന്തായിരിക്കും? ഒരു ജേർണലിസ്റ്റ് ആയിരിക്കും. ബ്ലൂ കളർ ആണെങ്കിൽ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി. ഇപ്പൊ നിലവില് എന്താണ്? ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള, സർവേ ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും ബ്ലൂ കളറിൽ ഉള്ള സ്ട്രിപ്പ് സൂചിപ്പിക്കുന്നത്. റെഡ് എന്ന് പറയുന്നത് എന്താണ്? റെഡ് അത്യാവശ്യം നല്ല ഫ്രീക്വൻസി ഉള്ള ഒരു കളറാണ് അല്ലെ? എ മെമ്പർ ഓഫ് ദ പാർലമെന്റ് കേട്ടോ, പാർലമെന്റിലെ മെമ്പർ ആയിരിക്കും. പിന്നെന്താണ്? ഗ്രീൻ കളർ. ഗ്രീൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എ പെൻഷനർ അല്ലെങ്കിൽ XMP, റിട്ടയേർഡ് പേഴ്സണൽ ഓർ എ ഫ്രീഡം ഫൈറ്റർ. ഗ്രീൻ കളറാണ്. അതിന് പൊതുവെ എന്തായിരിക്കും? റിട്ടയർ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇവിടെ പെൻഷനർ ഉണ്ടായിരിക്കും, XMP, ഓക്കെ, മെമ്പർ ഓഫ് പാർലമെന്റ് അംഗമായിരുന്ന വ്യക്തി ഇപ്പൊ നിലവിലില്ല, അതാണ് XMP, റിട്ടയേർഡ് പേഴ്സണൽ, അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ്. അപ്പൊ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രിപ്പിന്റെ കളർ ഏതാണ്? ഗ്രീൻ ആണ് കേട്ടോ. പുറത്ത് വെക്കാം. യെല്ലോ ആണെങ്കിൽ ജേർണലിസ്റ്റ് ആണ്, ബ്ലൂ ആണെങ്കിൽ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണ്, റെഡ് ആണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, ഗ്രീൻ ആണെങ്കിൽ പെൻഷനറാ, അതുപോലെ പെൻഷനർ, XMP, റിട്ടയേർഡ് പേഴ്സണൽ, ഒരു ഫ്രീഡം ഫൈറ്റർ. അതിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രിപ്പിന്റെ കളർ
ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, CGHS cards have validity until a beneficiary's retirement date. CGHS കാർഡിന്റെ വാലിഡിറ്റി എത്ര നാള് വരെയാണ്? അത് വന്നിട്ട് ആ ഒരു റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ്, അവരുടെ ആ ഒരു വിരമിക്കൽ തീയതി വരെയാണ് CGHS കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. To extend its validity post retirement, one must make his or her contribution a year before the completion. പക്ഷെ നമുക്ക് റിട്ടയർമെന്റിന് ശേഷം അതിന്റെ വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റിട്ടയർ ചെയ്യുന്നതിന്, ആ ഒരു കാലാവധി പൂർത്തിയാകുന്നതിന് 1 വർഷം മുമ്പ് തന്നെ അവരെന്ത് ചെയ്തിരിക്കണം? അതിന്റെ കോൺട്രിബ്യൂഷൻ ഇൻ ദ സെൻസ് ഇവിടെ പറയുന്നത് എന്താണ്? അതിനോടനുബന്ധിച്ച് കുറെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യാനുണ്ട്, കുറെ ഫോമുകൾ ഫിൽ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം? 1 വർഷം മുമ്പ് തന്നെ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ പറയുന്ന റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതിന് മനസ്സിലായത്? നമ്മൾ പറഞ്ഞല്ലോ, CGHS കാർഡ് എന്ന് പറഞ്ഞാല് വിരമിക്കൽ തീയതി വരെ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ വിരമിച്ച് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നടക്കില്ല. വിരമിക്കുന്നതിന് എന്താ പറയാ 1 വർഷം മുമ്പെങ്കിലും നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങള് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ CGHS അവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായോ? CGHS-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. CGHS-ന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. ഓക്കെ, അതെന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954 ആ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ, പെൻഷനേഴ്സിനെയാണ് ഈ ഒരു ആനുകൂല്യം, ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൂടുതൽ ലഭിക്കുന്നത്. അത്രയും പോയിന്റ് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ബെനിഫിഷ്യറീസ് ഒരു ലിസ്റ്റ് ഓഫ് ബെനിഫിഷ്യറീസ് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞത് അത്തരം ബെനിഫിഷ്യറീസിനെ ലഭിക്കുന്ന എന്താ പറയുക ആനുകൂല്യങ്ങൾ, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ PTF-നുള്ള കവറേജ് കിട്ടും, ട്രീറ്റ്മെന്റ് മെഡിസിൻസ് ഇഷ്യൂ ചെയ്യാനുള്ള കവറേജ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ സ്പെഷ്യലിസ്റ്റ്, പിന്നെ ഇത്തരം സർക്കാർ ആശുപത്രികളിലും മറ്റുള്ള ഹോസ്പിറ്റലിലും ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റിനുള്ളത്, കുടുംബക്ഷേമ സേവനങ്ങൾക്ക്, പ്രസവ ചികിത്സകൾ, ആയുഷ് ട്രീറ്റ്മെന്റിനുള്ള കവറേജ് ഒക്കെ ലഭിക്കും. പിന്നെ നമ്മൾ CGHS കാർഡിനെ പറ്റി പറഞ്ഞു. CGHS എന്താണ് ആ സ്കീം ഓരോ പോളിസി ഹോൾഡർക്കും ഒരു കാർഡ്, അല്ലെ, ഒരു കാർഡ് അവർക്ക് അതൊരു ഫോട്ടോ ID കാർഡാണ്. വിത്ത് ഫോട്ടോ പതിപ്പിച്ചൊരു ID കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ID കാർഡിനകത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ CGHS ഫെസിലിറ്റിയിലോട്ട് പോകുമ്പോൾ കാർഡ് നമ്മൾ എപ്പോഴും കാണിച്ചിരിക്കും. ഈ കാർഡ് ബേസിക്കലി ഒരു വെള്ള കാർഡാണ്. പക്ഷെ അതിന്റെ മുകളിലായിട്ട് പല നിറങ്ങളിലുള്ള സ്ട്രിപ്പുകൾ സൂചിക്കുന്നുണ്ട്. ആ സ്ട്രിപ്പുകൾ സൂചിപ്പിക്കുന്നത് ആ ഒരു കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ്, ഏത് വകുപ്പിൽ പെടുന്ന ആളാണ് എന്നുള്ളത് ആ കളർ നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു യെല്ലോ ആണെങ്കിൽ ജേർണലിസ്റ്റ് ആണ്, ബ്ലൂ ആണെങ്കിൽ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണ്, റെഡ് ആണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ്, ഗ്രീൻ ആണെങ്കിൽ പെൻഷനർ, എക്സ് സർവീസർ, എക്സ് MP, റിട്ടയേർഡ് പേഴ്സൺ ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്. പിന്നെ CGHS കാർഡിന്റെ കാലാവധി എന്ത് വരെയാണ്? അതവരുടെ വിരമിക്കൽ തീയതി വരെയാണ് CGHS-ന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ആ വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വിരമിക്കൽ തീയതിക്ക് 1 വർഷം മുമ്പ് തന്നെ അതിന് വേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നടത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെൻഷൻ, അതായത് വിരമിച്ചതിന് ശേഷം അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. അത് ഓരോരുത്തർക്കും പല കാലയളവിൽ, ചിലപ്പോൾ 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മറ്റേതൊക്കെ 8 വർഷമോ, അത് ആ ഒരു പോളിസി ഹോൾഡറിന്റെ വയസ്സിനനുസരിച്ച് കൊണ്ടാണ് അവർക്ക് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്തത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ഒരാള് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തതാണ് എന്ത്? RSBY കേട്ടോ. RSBY എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന കേട്ടോ. സ്വാസ്ഥ്യ എന്ന് പറയുമ്പോൾ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതും എന്താണ്? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. CGHS പോലെ തന്നെ കേട്ടോ. CGHS സ്കീം തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ കൂടുതൽ ആരായിരിക്കും ബെനിഫിഷ്യറി എന്ന് അറിയാമോ? പ്രധാനമായിട്ടും BPL ഫാമിലീസും അതുപോലെ എന്താണ് ഈ പറയുന്ന ദുർബല വിഭാഗക്കാർ, പ്രത്യേകിച്ച് എന്താണ്
അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു വഴിയോര കച്ചവടക്കാര്, നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാര്, അവരെ പോലെയുള്ള ദുർബല വിഭാഗക്കാർക്കും പിന്നെ BPL ഫാമിലീസിനാണ് ഇതിന്റെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. അതാണ് എന്ത് RSBY എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. The രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന അഥവാ RSBY is a health insurance policy introduced on 1st April 2008. അതായത് 2008 ഏപ്രിൽ 1 ഡേറ്റ് പ്രത്യേകം ഓർത്ത് വെക്കാം കേട്ടോ. 2008 ഏപ്രിൽ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണിത് RSBY അഥവാ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, to provide health insurance coverage for below poverty line അഥവാ BPL families, launched specifically for the people who are working in the unorganized sectors of India. അത് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ആർക്കാണ് പ്രത്യേകം അവിടെ കവറേജ് കൊടുക്കുന്നത്? BPL ഫാമിലീസിനും അതുപോലെ തന്നെ ദുർബല വിഭാഗ ജീവനക്കാർക്ക്, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ കേട്ടോ, അതായത് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ആ ഒരു പരിരക്ഷ കൊടുക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് വന്നിട്ടുള്ള സ്കീമാണ് കേട്ടോ RSBY എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഹിയർ ഇസ് ദ കവറേജ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഈ RSBYയുടെ ആ ഒരു എന്താ പറയാ RSBYയുടെ ബെനിഫിഷ്യറീസിൽ ലഭിക്കുന്ന എന്തൊക്കെ കവറേജ്, എന്തെല്ലാം ബെനിഫിറ്റുകൾ, എന്തെല്ലാം കവറേജുകളാണ് അവർക്കായിട്ട് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. എ സം ഇൻഷുർഡ് ഓഫ് 30,000 ഫോർ എ വർക്കർ ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് ദയർ ഫാമിലീസ്. അതായത് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 30,000 രൂപ, 30,000 30,000 രൂപ വരെയുള്ള ഇൻഷുറൻസ് തുകൾക്ക് ലഭിക്കും. ഏത് സ്കീം പ്രകാരം? RSBY സ്കീം പ്രകാരം. ഓക്കെ, ആർക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ദുർബല വിഭാഗക്കാർക്കും BPL ഫാമിലീസിനും 30,000 രൂപ വരെയുള്ള ഇൻഷുറൻസ് തുക അവർക്ക് ലഭിക്കും. രണ്ടാമത്തത് കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. തീർച്ചയായിട്ടും ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്കുള്ള കവറേജ് ലഭിക്കും. കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, അതായത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ചില അസുഖങ്ങളുണ്ട് അല്ലെ, അപ്പൊ അത്തരം അസുഖങ്ങൾക്കുള്ള കവറേജ് ലഭിക്കും. പിന്നെന്താണ്? കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1000, അതായത് 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ലഭിക്കും. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ ഡയാലിസിസ്, എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, പിന്നെ എന്തെങ്കിലും നമ്മളിപ്പോ ഒരു അവയവം മാറ്റിവെക്കലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഷിഫ്റ്റിംഗ്, അങ്ങനെയുള്ളതിനൊക്കെയുള്ള അത്തരം എന്താ പറയുക ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് പ്രത്യേകം ഓർക്കാം. 1000 രൂപ വരെ ഉള്ളതിന് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ലഭിക്കുള്ളൂ. 1000 രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് എന്ത് ലഭിക്കില്ല? കവറേജ് ലഭിക്കില്ല. അപ്പൊ അത് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കും കേട്ടോ. കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1000. അടുത്തതാണ് എന്ത്? ക്യാഷ്ലെസ് ഇൻഷുറൻസ്. ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണരഹിത ഇൻഷുറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ പോളിസി ഹോൾഡർക്ക് എന്ത് ചെയ്യണ്ട? നേരിട്ട് അയാളുടെ പോക്കറ്റിന് പൈസ എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. അവിടെ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനി അല്ലെ, ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ഹോസ്പിറ്റലുമായിട്ട് അവിടുത്തെ ബില്ലുകളൊക്കെ പരിശോധിച്ച് നേരിട്ട് എന്ത് ചെയ്യാണ്? ഇൻഷുറൻസ് കമ്പനി നേരിട്ട് പൈസ അടയ്ക്കാൻ, അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോളിസി ഹോൾഡർക്ക് ഒരിക്കലും എന്താണ്? തന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ക്യാഷ്ലെസ് ഇൻഷുറൻസ് ക്ലിയർ ആയല്ലോ? കമ്പനി തന്നെ, ഇൻഷുറൻസ് കമ്പനി തന്നെ നേരിട്ട് ഹോസ്പിറ്റൽ ബില്ലുകൾ പരിശോധിക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള തുക അവിടേക്ക് എന്താ പറയാ കൊടുക്കുകയാണ്, പാസ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എ പ്രീമിയം ഓഫ് ₹30 പെർ ആനുവം. ഓർക്കട്ടെ, പെർ ആനുവം എന്നാണ് പറയുന്നത്. പ്രതിവർഷം നമ്മൾ 30 രൂപ പ്രീമിയം എന്ന് പറഞ്ഞാല് ഒരു ഇൻഷുറൻസ് പരിരക്ഷ നിലനിർത്താനായിട്ട് പ്രതിവർഷം, ഒരു വർഷത്തേക്കാണ്, മാസത്തേക്കല്ല, ഒരു വർഷത്തേക്ക് വെറും 30 രൂപ പ്രീമിയം അടച്ചാൽ മതിയാവും. അതൊക്കെ എന്ന് പറയുമ്പോൾ 30 രൂപ എന്ന് പറയുമ്പോൾ
ഏറ്റവും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലാണ് അല്ലെ. അത് വർഷത്തേക്കാണ്, ഒരു വർഷത്തേക്ക് വെറും 30 രൂപ അടച്ചു കൊടുത്താല് നമുക്ക് ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ എന്നേക്ക് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതെന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ കൂടുതൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജനയുടെ കവറേജസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? RSB ക്ലിയർ ആണോ? ക്ലിയർ അല്ല? ക്ലിയർ ആയി. ഓക്കെ, ശരി ശരി. അസലിന്റെ സെക്കൻഡ് പോയിന്റ് കിട്ടിയില്ല. സെക്കൻഡ് പോയിന്റ് വേറൊന്നുമില്ല അഫ്സൽ. കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, അതായത് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു. ഓക്കെ, അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെലവുകൾ വരും, സ്വാഭാവികമാണ് അല്ലെ. അതുമൂലം ഉണ്ടാകുന്ന അതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഇതിലൂടെ ലഭിക്കുന്നു. ക്ലിയർ ആണല്ലോ? ആറാമത്തെ പോയിന്റ് പറയുന്നത് എ പ്രീമിയം ഓഫ് ₹30 പെർ ആനുവം എന്നാണ് പറയുന്നത്. പ്രതിവർഷം, അതായത് ഒരു വർഷത്തേക്ക് 30 രൂപ പ്രീമിയം അടച്ചാൽ മതി. വലിയ തുകയൊന്നും വേണ്ട, ഒരു വർഷത്തേക്ക് വേണം പറയാം, മാസത്തേക്കും കൂടെ അല്ല. ഒരു വർഷത്തില് വെറും 30 രൂപ പ്രീമിയം അടച്ചുകൊണ്ട് നമുക്ക് ഈ RSBY ഇൻഷുറൻസ് പരിരക്ഷ നിലനിർത്താനായിട്ട് സാധിക്കും. ആർക്കും അല്ലെ, ഇതൊരു സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു തുകയാണ്. വലിയ പ്രീമിയം ഒന്നും അടയ്ക്കാനൊന്നും പറ്റില്ല. വർഷത്തില് ഒരു 30 രൂപ അടച്ചാൽ മതി. ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത വർഷമാകുമ്പോൾ അടുത്ത 30 കൊടുക്കാം. പിന്നെ ഒരു വർഷത്തേക്ക് 30 എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ, ഏറ്റവും ചുരുക്കമായിട്ടുള്ള ഒരു പ്രീമിയം. ക്ലിയർ ആയോ പറഞ്ഞത്? 6th മനായത് ചോദിച്ചു, ഫാത്തിമയാണോ ചോദിച്ചത്? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്തത് എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്. അപ്പൊ നമ്മൾ ഒരുപാട് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് മാത്രമേ അവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ അതിനകത്ത് പഠിക്കുന്നില്ല. അപ്പൊ അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടെ. എക്സാമ്പിൾ ഒന്നും പഠിച്ചിരിക്കാം, പഠിക്കല് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിനുള്ള എക്സാമ്പിൾ ഒന്നാമത്തത് സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ ഒപ്റ്റിമ പ്ലാൻ. പ്ലാനിന്റെ പേരാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIGയുടെ മെഡിക്കെയർ പ്ലാൻ, പിന്നെ റിലയൻസിന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്നയുടെ പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് കാർഡ്, പ്ലാനിന്റെ പേരാണ് ഹെൽത്ത് കാർഡ്, ഭാരതി AXAയുടെ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ കേട്ടോ. സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIGയുടെ മെഡിക്കെയർ പ്ലാൻ, റിലയൻസിന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആൻഡ് മണിപ്പാൽ സിഗ്നയുടെ പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് കാർഡ്, ഭാരതി AXAയുടെ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ദ ഹെൽത്ത് ഇൻഷുറൻസ്. ആരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അഥവാ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് TPA എന്നാണ് പറയാം. ഓക്കെ, ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ? നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്തിട്ട്, ഒരു ഇൻഷുറൻസ് കമ്പനീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടുത്തെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ എന്താ പറയാ, ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യും, പിന്നെ എന്താ പറയാ റെഗുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന, നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസി. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കൊരു കമ്പനിയാണോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം എന്നൊക്കെ നമുക്ക് പറയും. അതാണ് എന്ത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതൊരു ഏജൻസി അല്ലെങ്കിൽ എന്താ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, സ്ഥാപനം എന്നൊക്കെ നമുക്ക് പറയാം. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇൻഷുറൻസ് കമ്പനിയെ
റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി ഓർ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് കോൾഡ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ വെറുതെ ആണ് അവർ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ചുമ്മാ കൈകാര്യം ചെയ്യാണോ? അല്ല, അവർക്ക് അതിനുള്ള എന്തുണ്ട്? ലൈസൻസ് ഉണ്ട്. ഓക്കെ, അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട്. ആരാണ് ഈ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ മുന്നേ പഠിച്ച ആളാണ്. ആരാണ്? IRDA കേട്ടോ, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ലൈസൻസ് ഉള്ള, ഓക്കെ, അവർക്ക് ലൈസൻസ് ഉള്ള ഒരു ഏജൻസിയാണ് TPA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു ലൈസൻസോട് കൂടിയിട്ടാണ് അവർ ഇത്തരം ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അത് മാത്രമാണ് അവരുടെ ഫംഗ്ഷൻ? അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ആ ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ക്യാഷ്ലെസ് ഇൻഷുറൻസ്, അതായത് പണരഹിത ഇൻഷുറൻസുകൾ കൈകാര്യം ചെയ്യുക. അതുപോലെ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലുകളെയൊക്കെ സെലക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ, ഇവരൊരു ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അവരൊരു ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അവരൊരു ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റിൽ പെടുന്ന ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ആ ആനുകൂല്യങ്ങൾ ലഭിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ ആയോ? ശരിക്കും പറഞ്ഞാല് അവർ ഇൻഷുറൻസ് കമ്പനിക്കും അതുപോലെ തന്നെ പോളിസി ഹോൾഡർക്കും പിന്നെ എന്താണ് ഹോസ്പിറ്റലിനും ഇടയിലൊരു ബ്രിഡ്ജ് അല്ലെ, അവർക്കിടയിലൊരു ബ്രിഡ്ജ് ആയിട്ട് ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിക്കാം. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. തേർഡ് പാർട്ടി TPA or third party administrator TPA is a company, agency or organization that holds a license from Insurance Regulatory Development Authority അഥവാ IRDA. കണ്ടോ? അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. To process the claims in addition to providing cashless facilities as an outsourcing entity of a health insurance company and the selection of high quality hospitals for insurance companies. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. അവർക്ക് വന്നിട്ട് IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ലൈസൻസ് അവർക്കുണ്ട്. എന്തിനുള്ള ലൈസൻസ് ആണ്? ടു പ്രോസസ് ദ ക്ലെയിംസ് അല്ലെ, ക്ലെയിമുകൾ, ഈ പറയുന്ന ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ലൈസൻസ് അവർക്കുണ്ട്. അത് മാത്രമല്ല ഇതിന് പുറമെ ഇതിനൊക്കെ പുറമെയാണ് ഇൻ അഡീഷൻ ടു പ്രൊവൈഡിംഗ് ദ ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ആസ് ആൻ ഔട്ട്സോഴ്സിംഗ് എന്റിറ്റി ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഔട്ട്സോഴ്സിംഗ് എന്റിറ്റി അല്ലെ, അവരുടെ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഏജൻസി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ക്യാഷ്ലെസ് ഫെസിലിറ്റീസ്, അത്തരം ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനും അതോടൊപ്പം തന്നെ എന്താണ് ഇൻഷുറൻസ് കമ്പനികൾക്കായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലുകളെ ലിസ്റ്റ് ചെയ്യാനായിട്ട് അതിനെ സെലക്ട് ചെയ്യാനൊക്കെ സഹായിക്കാൻ നിമിത്തം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നോക്കൂ. The TPA's function as an intermediary between the insurance provider and the insured. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പ്രധാനമായിട്ടും തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനി അല്ലെ, ആ കമ്പനിക്കും അതുപോലെ തന്നെ ഇൻഷുവേർഡ് എന്താണ്? തുടക്കം നമ്മൾ പഠിച്ച ടൈമാണ്, പോളിസി ഹോൾഡർ ആണ് അല്ലെ. ഓക്കെ, ഈ ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർക്കും ഇടയിൽ ഒരു ഇന്റർമീഡിയറി, ഒരു എന്താ പറയാ, ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് TPA എന്ന് പറയുന്നത്. ഇനി നോക്കൂ. ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്ഡ് ആർ ആസ് ഫോളോസ്. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇവിടെ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആക്ട് ആസ് എ ബ്രിഡ്ജ്. ആർക്കിടയിലാണ് ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർക്കും. അതിന്റെ ഇടയിൽ ആരുണ്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കിടയിൽ എന്താണ്? ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുക. അവരുടെ എല്ലാവരുടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, വ്യക്തി അല്ലാട്ടോ, ഒരു ഓർഗനൈസേഷൻ ആണ് TPA എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ആരുടെയൊക്കെ ഇടയിലാണ് അവരൊരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്? ആരുടെയൊക്കെയാണ്? ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ, ഇൻഷുറൻസ് പ്രൊവൈഡർ. പിന്നെന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആരാണ്? ഹോസ്പിറ്റൽ ആണ് അല്ലെ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്, അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടർമാരൊക്കെ എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്. പിന്നെ ആരാണ്?
പ്രധാനമായിട്ടും പോളിസി ഹോൾഡർ അല്ലെ, പോളിസി എടുത്തിട്ടുള്ള വ്യക്തി, അവർക്കിടയിലാണ് അവര് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ല? മൂന്ന് ആൾക്കാരായിരിക്കാം ഇൻഷുറൻസ് കമ്പനിയുടെ ഇടയിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡർ. ഇവർക്കിടയിൽ ഒരു ആക്ട് ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആർക്കുള്ളത്? TPA ഉള്ളത്. ഓക്കെയാണ്? മനസ്സിലായോ TPA എന്താണെന്നുള്ളത്? നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് TPAയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കി വെക്കാം. അതൊരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഓഫ് കമ്പനിയാണ്. അതിനകത്ത് IRDAയുടെ ലൈസൻസ് അവർക്കുണ്ട്. പിന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ക്യാഷ്ലെസ് ഫെസിലിറ്റി സൗകര്യങ്ങൾ, അതായത് ക്യാഷ്ലെസ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, ഇൻഷുറൻസ് കമ്പനിക്കായിട്ടുള്ള ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്യുക എന്നൊക്കെയുള്ളത് അവരുടെ ഫംഗ്ഷനാണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് പോളിസി ഹോൾഡർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട്, ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ്, എന്താ പറയുക, ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് TPAയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ക്ലിയർ? ഓക്കെ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ശരിക്കും ബോറടിക്കുന്നില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ് വേറെ എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം കേട്ടോ. കേട്ടോ, നമുക്കൊരു 2:30 ആവട്ടെ കേട്ടോ. 2:30 ആകുമ്പോ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഇതിപ്പോ 3 മണി വരെയാണല്ലോ ക്ലാസ്സിലേക്ക്. ഇനി നോക്കാം കേട്ടോ. Who are or are there in a TPA and what do they do എന്നാണ് പറഞ്ഞത്. അതായത് TPAയില് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു വ്യക്തിന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു ഏജൻസിയാണ്, ഇതൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിനകത്ത് ഏതൊക്കെ ആൾക്കാരുണ്ട്, എത്ര മെമ്പേഴ്സ് അതിനകത്തുണ്ട്, എന്തൊക്കെയാണ് ആ മെമ്പേഴ്സ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 3 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കാം. According to the regulations of IRDA, TPA should have maintained their own in-house medical doctor ഉണ്ടായിരിക്കണം. ഓർത്ത് വെക്കാത്ത ഒരു TPA അംഗങ്ങളാണ് ഈ പറയുന്നത്. മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരിക്കും. മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരിക്കും. പിന്നെ ഹോസ്പിറ്റൽ മാനേജേഴ്സ് കേട്ടോ, ഹോസ്പിറ്റൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. ഇൻഷുറൻസ് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻഫർമേഷണൽ ടെക്നോളജി പ്രൊഫഷണൽസ് അഥവാ IT പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, മാനേജ്മെന്റ് കൺസൾട്ടൻസി ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പ്രൊഫഷണൽസ് അടങ്ങുന്ന ഒരു ടീമാണ് എന്തെന്ന് പറയുന്നത് TPA എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? TPA എന്ന് പറയുന്നതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും അംഗങ്ങള്? മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരിക്കും. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടർ, ഹോസ്പിറ്റൽ മാനേജർമാര്, ലീഗൽ എക്സ്പേർട്ട്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, IT പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇത്രയും ടീമുകൾ അടങ്ങുന്ന, ഇത്രയും മെമ്പേഴ്സ് അടങ്ങുന്ന, പ്രൊഫഷണൽസ് അടങ്ങുന്ന ഒരു ടീമാണ് TPA. എന്നാൽ മാത്രമാണ് കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. TPA എന്ന് പറയുമ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെയും ഒരു പോളിസി ഹോൾഡറിന്റെയും ഹെൽത്ത് കെയർ പ്രൊവൈഡർക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് TPA എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ പറയുന്ന എല്ലാ പ്രൊഫഷണലുകളും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് പ്രോസസ് ഒക്കെ വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ചോദ്യം എന്തായിരുന്നു, ആരൊക്കെ TPAയിൽ ഉണ്ട് ആൻഡ് വാട്ട് ഡു ദേ ഡു എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഇട്ട് കൊടുത്തു അല്ലെ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അതിന്റെ ഒരു പോയിന്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നോക്കാം. The team of these professionals listen with the customers for streamlining the claim process and make sure that there are no false claims and also limit unwanted treatment, thus enhancing quality of services, which eventually leads to the lower insurance പ്രീമിയം. എന്താണ് പറയുന്നത്? അപ്പൊ നമ്മൾ ഇത്രയും പ്രൊഫഷണൽസ് അതിനകത്തുണ്ട് അല്ലെ. ഈ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they make a liaison. Liaison എന്ന് പറഞ്ഞാൽ എന്താണ്? Liaison എന്ന വാക്ക് നമ്മൾ മുന്നിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ബന്ധം എന്നുള്ള അർത്ഥമാണ്, റിലേഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ബന്ധം. ഓക്കെ, ആരുമായിട്ടാണ് അവർ ബന്ധം സ്ഥാപിക്കുന്നത്? കസ്റ്റമേഴ്സ് ആയിട്ട് അല്ലെ. അവരുടെ കസ്റ്റമേഴ്സിനെ പോളിസി ഹോൾഡേഴ്സുമായിട്ട് എന്ത് ചെയ്യാണ്? ഒരു ബന്ധം അവർ സൂക്ഷിക്കുകയാണ്. ഇങ്ങനെയുള്ള ബന്ധമാണ് സ്ട്രീം ലൈനിങ് ദ ക്ലെയിം പ്രോസസ് അല്ലെ. ഈ പറയുന്ന ക്ലെയിം പ്രക്രിയകളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് നടത്തുന്നതിനും തെറ്റായിട്ടുള്ള ക്ലെയിമുകൾ നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനും
മനസ്സിലായല്ലോ? ക്ലെയിം എന്ന് പറയുമ്പോൾ ജെന്യുവിൻ ക്ലെയിംസ് ഉണ്ടായിരിക്കും, അല്ലാത്ത ക്ലെയിംസ് ഒക്കെ വരും കേട്ടോ. അപ്പോ ശരിയായിട്ട് എന്താ പറയാ ക്ലെയിം പ്രോസസ്സുകൾ എന്താ പറയാ കാര്യക്ഷമമായിട്ട് നടത്താനും അതുപോലെ തന്നെ തെറ്റായ ക്ലെയിമുകളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കാനും പിന്നെ എന്താണ് ലിമിറ്റഡ് അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ് അല്ലെ, അതായത് അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ പരിമിതപ്പെടുത്താനായിട്ട്. ചില ആൾക്കാർ ഒരു ആവശ്യമില്ലാത്തതിന് ട്രീറ്റ്മെന്റ് എടുക്കും, അതിന്റെ പേരിൽ ഇൻഷുറൻസ് പറ്റും, അതൊന്നും നടക്കില്ല. അതായത് അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ പരിമിതപ്പെടുത്താനും അതിലൂടെ എന്താണ് ഏറ്റവും ഹൈ ക്വാളിറ്റി അല്ലെ, ഏറ്റവും നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും ആത്യന്തികമായിട്ട് എന്താണ് വളരെ കുറഞ്ഞ പ്രീമിയം തുകയില് അല്ലെ, ഒരു കുറഞ്ഞ പ്രീമിയം തുകയില് ആളുകൾക്ക് ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാനും അത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത്രയും ടീം ഓഫ് പ്രൊഫഷൻസ് വെറുതെ അല്ല അവരവിടെ പ്രവർത്തിക്കുന്നത്. അവരെന്തൊക്കെ കാര്യങ്ങൾക്കൊന്ന് ക്ലെയിം പ്രോസസ്സുകൾ കാര്യക്ഷമമായിട്ട് നടത്തണം, തെറ്റായിട്ടുള്ള ക്ലെയിമുകൾ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഓക്കെ, ജെന്യുവിൻ ആയിട്ടുള്ള ക്ലെയിം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. തെറ്റായിട്ടുള്ള ക്ലെയിമുകൾ എന്തെങ്കിലും ജെന്യുവിനിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റിജക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ തെറ്റായ ക്ലെയിമുകൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ എന്താണ് അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ പരിമിതപ്പെടുത്താനും നല്ല ഉയർന്ന ഒരു ക്വാളിറ്റി കെയർ അത്തരം ഒരു സേവനം അവർക്ക് കൊടുക്കാനും ആത്യന്തികമായിട്ട് എന്താണ് ഒരു ചെറിയ പ്രീമിയം തുകയിൽ അല്ലെ ആ ഒരു പ്രീമിയം തുക കുറയ്ക്കാനും അത് സഹായിക്കുന്നുണ്ട്. ഇപ്പം പരമാവധി പ്രീമിയം കുറച്ചടയ്ക്കാന്നുള്ളതാണ് എല്ലാവർക്കും സ്മൂത്ത് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. ഇപ്പൊ വലിയ തുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അടയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല. എപ്പോഴും നമ്മൾ പരമാവധി കുറഞ്ഞൊരു പ്രീമിയത്തിൽ അവർക്ക് ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണം അല്ലെ. അപ്പൊ അതാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് എന്താണ് TPS accepts fees from the insurance provider which is a percentage of the premium and is normally 5.5% of the premium amount. എന്താണ് പറയുന്നത്? ഈ TPAക്ക് ഫീസ് വേണം അല്ലെ. അവരുടെ വരുമാനം എന്താണ്? അവർക്ക് എങ്ങനെ വരുമാനം കിട്ടുന്നത്? ഫീസിലൂടെയാണ്. അതായത് ഇൻഷുറൻസ് പ്രൊവൈഡർ ഉണ്ടല്ലോ, ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? അവർക്ക് ലഭിക്കുന്ന പ്രീമിയം തുകയുടെ 5.5% ഫീസ് ആയിട്ട് ആർക്ക് കൊടുക്കും? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കും. അതാണ് അവരുടെ വരുമാനം. ഓക്കെ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് ആരാണ് കൊടുക്കുന്നത്? ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ് അല്ലെ. ഇൻഷുറൻസ് പ്രൊവൈഡർ അവർക്ക് ലഭിക്കുന്ന പ്രീമിയത്തിന്റെ 5 പ്രീമിയം തുകയുടെ 5.5%, 5.5 ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 5.5% അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നത്? ഫീസ് ആയിട്ട് കൊടുക്കുന്നത്. അതാണ് അവരുടെ വരുമാനം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആരൊക്കെയാണ് TPAയിൽ ഉള്ളത്, അവർ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യുന്നത്, അവരുടെ റോൾ എന്താണ്, റോളിലേക്ക് വരാൻ അറിയുന്നുണ്ട് കേട്ടോ. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് നോക്കാം, വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. അതായത് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർമാരുടെ റോൾ എന്താണ്, എന്തെല്ലാം റോളുകളാണ് അവര് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം അവരെന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കാൻ, അവർക്കിടയിൽ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏജൻസി ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇതിനൊരു പോയിന്റ് ആയിട്ട് കൊടുത്തേക്കാണ് 5 പോയിന്റുകൾ കേട്ടോ. ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു പോയിന്റ് ആണ് അല്ലെ. നോക്കൂ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദ പോളിസി ഹോൾഡർ മീൻസ് ദ TPA in most of the hospitalization claim cases. The TPA provides the policyholder with the unique identification number and ID card which helps in claim settlement. അതായത് സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം കേസുകൾ മിക്കപ്പോഴും വരുമ്പോൾ പോളിസി ഹോൾഡർ, അതായത് പോളിസി എടുത്തിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യും? ഈ TPA ആയിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ മീറ്റ് ചെയ്യുമ്പോൾ TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യും? പോളിസി ഹോൾഡർക്ക് ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ അവർക്ക് കൊടുക്കും, ഒരു ID കാർഡ് അവർക്ക് കൊടുക്കും. ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ക്ലെയിം സെറ്റിൽമെന്റുകൾ എല്ലാം തന്നെ നിർവഹിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്കൊരു കാർഡ് കിട്ടും. ഓക്കെ, ആ കാർഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്ലെയിം സെറ്റിൽമെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുന്ന പോയിന്റ് എന്താണ്? കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ കേട്ടോ. ഓക്കെ, അവർക്കിടയിൽ ഒരു കണക്ഷൻ ആയിട്ട് പ്രവർത്തിക്കാം, ഒരു എന്താ പറയാ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുക. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, റെക്കോർഡ് മെയിന്റനൻസ് കേട്ടോ. എന്താണ് റെക്കോർഡ് മെയിന്റനൻസ്? നോക്കാം, the TPA aids in maintaining necessary records related to policy holders when they are admitted as patients. അതായത് ഈ പോളിസി ഹോൾഡേഴ്സ് പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ
അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ആരുടെ റോളാണ്? TPAയുടെ റോളാണ്. കാര്യം നമ്മളൊരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലാണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുടെ സ്ഥലത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. എന്ത് കാര്യത്തിനാണ് ക്ലെയിം ചെയ്യുന്നത്, എന്താണ് അവരുടെ അതും ഒരു വ്യക്തി മാത്രമല്ല, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും എല്ലാവരുടെ ഒരു സർട്ടിഫൈഡ് കാര്യങ്ങൾ എന്നിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തില് ഒരു പോളിസി ഹോൾഡർ പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു TPAയുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അതാണ് റെക്കോർഡ് മെയിൻറ്റെയിൻമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് എന്താണ്? ക്ലെയിം സെറ്റിൽമെന്റ് അല്ലെ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലെയിം സെറ്റിൽമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. അപ്പൊ നോക്കൂ, TPA guarantees smooth coordination between the hospital and the insurance company in the course of a cashless claim settlement. Okay, in such cases, TPA offers the back-end support. Back-end support. എന്താണ് പറയുന്നത്? സാധാരണ ഒരു ക്യാഷ്ലെസ് എന്താ പറയാ ക്ലെയിം സെറ്റിൽമെന്റ്, ക്യാഷ്ലെസ് നമ്മൾ നേരത്തെ പറഞ്ഞതാ, ക്യാഷ്ലെസ് ഇൻഷുറൻസ് അല്ലെ. അവിടെ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലുകാരും തമ്മിൽ ബില്ലുകളും മറ്റും പരിശോധിച്ച് നേരിട്ട് ഇൻഷുറൻസ് കമ്പനി ആർക്ക് പേയ്മെന്റ് കൊടുക്കാണ്? ഹോസ്പിറ്റലിന് പേയ്മെന്റ് കൊടുക്കാണ്. അവിടെ പോളിസി ഹോൾഡർക്ക് ഒരു കാരണവശാലും അയാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കേണ്ട സാഹചര്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ അത്തരം ക്യാഷ് ക്ലെയിം സെറ്റിൽമെന്റ് സമയത്ത് ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റലും തമ്മിലുള്ള ആ ഒരു സ്മൂത്ത് കോർഡിനേഷൻ അല്ലെ, ഒരു സ്മൂത്ത് കോർഡിനേഷൻ ഉറപ്പാക്കുന്നത് ആരായിരിക്കും? ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. സോ ഇറ്റ് ഓഫേഴ്സ് എ ബാക്ക് എൻഡ് സപ്പോർട്ട്. എന്തുകൊണ്ട് അതൊരു ബാക്ക് എൻഡ് സപ്പോർട്ട് ആണെന്ന് പറയുന്നത്? കാരണം ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതലും ടെക്നിക്കൽ ആയിട്ടുള്ള ഓക്കെ അങ്ങനെയുള്ള സേവനങ്ങൾ, IT സേവനങ്ങൾ, ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ, IT സേവനങ്ങളൊക്കെയാണ് അവിടെ കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ അത്തരം സേവനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിരിക്കും? ബാക്ക് എൻഡ് സേവനങ്ങളായിരിക്കും. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല, ബാക്ക് എൻഡിൽ നടക്കുന്ന കുറെ സേവനങ്ങൾ. അതുകൊണ്ടാണ് അത് ബാക്ക് എൻഡ് സപ്പോർട്ട് ആണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അടുത്തതാണ് എന്ത്? ഫുൾ ടൈം സപ്പോർട്ട് അല്ലെ, മുഴുവൻ സമയം പിന്തുണ കൊടുക്കുന്നുണ്ട്. Most of the TPAs have a 24/7 customer support system in which the policy holders can raise their enquiries and get the feedback. Full time support ആണ് ആർക്ക്? പോളിസി ഹോൾഡേഴ്സിന്. അപ്പൊ പോളിസി ഹോൾഡറിന് ഒരു 24/7 പറഞ്ഞ ഫുൾ ടൈം ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോളിസി ഹോൾഡർക്ക് ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കാനും നടപടികൾ എടുക്കാനും അല്ലെ അവർക്ക് വേണ്ട ഫീഡ്ബാക്കും മറ്റും കൊടുക്കുന്നതിനായിട്ട് ഒരു മുഴുവൻ സമയ പിന്തുണ ആര് കൊടുക്കുന്നുണ്ട്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആർക്ക് കൊടുക്കുന്നുണ്ട്? പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ഒരു പിന്തുണ എപ്പോഴും കൊടുക്കണം. കാര്യം ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പല പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി അതിന് വേണ്ട ഫീഡ്ബാക്കുകൾ റെസ്പോണ്ട് ചെയ്യാന്നൊക്കെ ഉള്ളതും ആ രീതിയിലാണ് ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് TPA എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? അഡീഷണൽ സർവീസസ് അല്ലെ, അധിക സേവനങ്ങൾ. എന്താണ് അധിക സേവനം എന്ന് ഉദ്ദേശിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ TPA also provide additional services such as ambulance, medical supplies, etc. to policy holders. അതായത് നമ്മൾ ഇതിന് പെടാത്ത കുറെ എന്താ പറയാ നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് പോളിസി ഹോൾഡേഴ്സിന് അവർക്ക് വല്ല ആംബുലൻസ് എക്സ്പെൻസുകള്, മറ്റുള്ള ഏതെങ്കിലും മെഡിക്കൽ സപ്ലൈസിന്റെ എക്സ്പെൻസുകള്, അങ്ങനെയുള്ള സേവനങ്ങളും ആര് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും റോളുകളാണ് അവർ ചെയ്യുന്നത്. ഒന്ന് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ, റെക്കോർഡ് മെയിൻ്റനൻസ്, മൂന്നാമത്തത് ക്ലെയിം സെറ്റിൽമെന്റ്, നാലാമത്തത് ഫുൾ ടൈം സപ്പോർട്ട്, അഞ്ചാമത്തത് അഡീഷണൽ സർവീസസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ എവിടുന്ന തുടങ്ങിയ CGHSലാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. അപ്പൊ അതിന്റെ ബെനിഫിഷ്യറീസ് എന്താണ്, എന്നാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും.